നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി മയക്കുമരുന്ന് കടത്ത് കേസുകളിലെ പ്രതിയായ തൃശൂർ എരനല്ലൂർ കേച്ചേരി സ്വദേശി പരപ്പുപറമ്പിൽ വീട്ടിൽ 30 വയസ്സുള്ള ദയാലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. രാസലഹരി, കള്ളനോട്ട്, വധശ്രമം തുടങ്ങി നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് ദയാൽ. മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ പിറ്റ് ആൻഡ് DPS ആക്ട് പ്രകാരം കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവനുസരിച്ചാണ് പ്രതിയെ 1 വർഷത്തേക്കാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നത്. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ പിറ്റ് ആൻഡ് DPS നിയമപ്രകാരമുള്ള 2025 മുതൽ 10ാമത്തെ കരുതൽ തടങ്കൽ ഉത്തരവാണിത്. ദയാൽ മയക്കുമരുന്ന് രാസലഹരി കേസിലും 4700 രൂപയുടെ വ്യാജ ഇന്ത്യൻ കറൻസി നോട്ട് പിടികൂടിയ കേസിലും വധശ്രമ കേസിലും ഉൾപ്പെടെ 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, SI മാരായ സാലിം, K മനു ചെറിയാൻ, GS CPO മാരായ ജിജോ ജോസഫ്, CPO മാരായ ഉണ്ണികൃഷ്ണൻ, ജിനീഷ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. റിപ്പബ്ലിക് ദിനാചരണത്തിന്റെ ഭാഗമായി ആമ്പല്ലൂർ PS നമ്പൂതിരി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ അക്ഷര കരോൾ നടത്തി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സജന ഷിബു അക്ഷര കരോൾ ഫ്ലാഗ് ചെയ്തു. അക്ഷര കരോൾ സംഘം വീടുകൾ സന്ദർശിച്ച് ഭരണഘടനയുടെ ആമുഖം വിതരണം ചെയ്തു. വായനശാല പ്രസിഡന്റ് KB മനോഹരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി SM റാഫി, വായനശാല പ്രവർത്തകരായ KR നളിനി, NR കുട്ടൻ, KP ബാസി, കാർത്തികേയൻ, KC മാധവൻ എന്നിവർ നേതൃത്വം നൽകി. പത്രമൊക്കെ വായിക്കുമ്പോൾ വിവിധ ജാതി വിഭാഗങ്ങൾ അവരെ വ്യത്യസ്തരാക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം എന്നും നടന്നുകൊണ്ടിരിക്കുക. 22 വർഷമായി ചെങ്ങാലൂർ രണ്ടാംകല്ലിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം. റിപ്പബ്ലിക് ദിനത്തിൽ പഞ്ചായത്ത് അംഗം ജോയ് മഞ്ഞളിയുടെ നേതൃത്വത്തിൽ വെള്ളമെത്തിച്ചു. ഇവിടെ കുറച്ചുനാൾ മുൻപ് കുഴൽക്കിണർ അടിച്ചിരുന്നെങ്കിലും വെള്ളം ലഭിച്ചിരുന്നില്ല. പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ അംഗൻവാടിയിലെ ദുരിതം ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് പരിഹാരം എന്ന നിലയിൽ അടുത്തുള്ള പഞ്ചായത്ത് കിണറിൽ നിന്നും മോട്ടോർ വെച്ച് നിലവിലുള്ള ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റണമെന്ന നിർദ്ദേശവും വെച്ചിരുന്നു. ഭരണസമിതി ഈ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും എത്രയും വേഗം വെള്ളം എത്തിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ടൈൽ വിരിച്ച റോഡ് ക്രോസ് ചെയ്താണ് പൈപ്പ് സ്ഥാപിച്ചത്. കഴിഞ്ഞ 22 വർഷമായിട്ടാണ് ഈ ബിൽഡിങ് പണിതിട്ട്. ഇന്ന് വരെ ഈ ബിൽഡിങ്ങിൽ തുള്ളി വെള്ളം പോലും വന്നിട്ടില്ല. ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായതിനു ശേഷം ഈ പഞ്ചായത്ത് കമ്മിറ്റി ഒരു അപേക്ഷ വയ്ക്കുകയും അത് പാസ്സായി 10,000 രൂപ നമുക്ക് പാസ്സായി തന്നു. ഇവിടെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത് കിണറിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് കയറ്റാനുള്ള ഒരു സംവിധാനം അനുമതി തന്നു നമുക്ക്. അതനുസരിച്ച് ഇന്ന് രാവിലെ തുടങ്ങി നമ്മുടെ വേണുചേട്ടനും ഗോപി ചേട്ടനും ഒക്കെ തുടർച്ചയായിട്ട് പണിത് ഇപ്പം രാത്രി 9:30 മണിക്കാണ് നമുക്ക് ഈ ടാങ്കിൽ വെള്ളം ചാടിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, ഇപ്പോൾ ടീച്ചറുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ബിന്ദു ടീച്ചർ, അപ്പോൾ അവർക്കും വളരെ സന്തോഷമുണ്ട് ഇവിടെ വെള്ളം ചാടിയതിൽ. അപ്പോൾ ഏറ്റവും സന്തോഷം. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,845 രൂപയും പവന്
1,18,760 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.